എറണാകുളം ഇടക്കൊച്ചിയിൽ ഇടഞ്ഞ ആനയ്ക്ക് വിലക്കേർപ്പെടുത്തി വനംവകുപ്പ്. ഊട്ടോളി മഹാദേവൻ എന്ന ആനയ്ക്കാണ് 15 ദിവസത്തേക്ക് വിലക്കേർപ്പെടുത്തിയത്. ആനയ്ക്ക് മതപ്പാടുണ്ടോ എന്നറിയാൻ വനംവകുപ്പ് രക്തസാമ്പിൾ ശേഖരിച്ചിട്ടുണ്ട്. ലിബി സജീന്ദ്രൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ലിബി സജീന്ദ്രൻ, എന്താണ് കൂടുതൽ വിവരങ്ങൾ? മതപ്പാടുണ്ടോ എന്നുള്ളത് നിശ്ചയമാകണമെങ്കിൽ ഇനി രക്തസാമ്പിൾ പരിശോധന വരണമല്ലേ? തീർച്ചയായും ഡോക്ടർ അരുൺ, മതപ്പാടുണ്ടോ എന്നുള്ള സംശയത്തെ തുടർന്നാണ് ഇപ്പോൾ 15 ദിവസത്തെ വിലക്ക് വനം വകുപ്പ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. എഴുന്നള്ളിപ്പിനോ മറ്റു പരിപാടികൾക്കോ ഒന്നും ആനയെ 15 ദിവസത്തേക്ക് പുറത്തേക്ക് കൊണ്ടുപോകാൻ പാടുള്ളതല്ല. രക്തസാമ്പിൾ ഇപ്പോൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. രക്തസാമ്പിളിൻ്റെ പരിശോധന ഫലം കിട്ടിയാൽ മാത്രമേ മതപ്പാടിൻ്റെ ലക്ഷണം കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ സാധിക്കുകയുള്ളൂ. കഴിഞ്ഞ ബുധനാഴ്ച വൈകിട്ട് 4 മണിയോടെയാണ് ഇടക്കൊച്ചിയിലെ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്ന ആന പെട്ടെന്ന് ഇടഞ്ഞത്. പാപ്പാന് നേർക്കാണ് ആദ്യം ചെന്നത്. പിന്നീട് വലിയ രീതിയിൽ അക്രമാസക്തമാവുകയായിരുന്നു. 3 മണിക്കൂറോളം ബന്ധപ്പെട്ടാണ് ഒടുവിൽ ആനയെ തളയ്ക്കാൻ സാധിച്ചത്. വനം വകുപ്പിന് ഉടമസ്ഥൻ സമർപ്പിച്ച രേഖകളിൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റിൽ കുഴപ്പം കാണുന്നില്ല. എങ്കിലും ഒരു സംശയം വനം വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് വരുന്നത് കഴിഞ്ഞ ഏപ്രിൽ മതപ്പാടിൻ്റെ ലക്ഷണം കാണിച്ചിട്ടുള്ള ആനയാണ് എന്നുള്ളൊരു സൂചനയുണ്ട്. അങ്ങനെയാണെങ്കിൽ മതപ്പാടിൻ്റെ ഒരു സമയമാണ്. ഏതെങ്കിലും രീതിയിൽ മതപ്പാടിൻ്റെ ലക്ഷണം ഉണ്ടായിരുന്നോ, അതേതെങ്കിലും രീതിയിൽ മറച്ചു വച്ചിട്ടാണോ ആനയെ ഉടമസ്ഥൻ എഴുന്നള്ളിപ്പിന് കൊണ്ടുവന്നത് എന്നുള്ള കാര്യമൊക്കെയാണ് ഇനി അറിയാനുള്ളത്. ഏതായാലും രക്തസാമ്പിളിൻ്റെ പരിശോധനാ ഫലം ലഭിച്ചാൽ അതും അറിയാൻ സാധിക്കും. ഇപ്പോൾ 15 ദിവസത്തെ വിലയ്ക്കാണ് ഊട്ടോളി മഹാദേവന് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെ മഹാദേവന് വിലക്ക് വന്നു അല്ലേ? മഹാദേവൻ ഇതുവല്ലോ അറിയുന്നുണ്ടോ? തനിക്ക് വിലക്കേർപ്പെടുത്തിയതും മഹാദേവൻ അറിയുന്നില്ല, തൻ്റെ രക്തസാമ്പിൾ എടുത്തുകൊണ്ട് പോയതും മഹാദേവൻ അറിയുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മഹാദേവൻ്റെ കാര്യം നാട്ടുകാരൊക്കെ അറിയുന്നുണ്ട് അല്ലേ?